കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സൈദ്ധാന്തികനും പ്രശസ്ത എഴുത്തുകാരനും വാഗ്മിയും ഒക്കെയായ ചിന്തകനുമൊക്കെയായ മാന്യ പി പരമേശ്വർജി അദ്ദേഹം നമ്മളെ വിട്ടുപോയി. എങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എനിക്കിവിടെ ഏറ്റവും പ്രധാനമായും ഓർമ്മ വരുന്നത്. EMSന് ശേഷം സൈദ്ധാന്തിക തലത്തിൽ ഒരു സംവാദത്തിന് ഒരാൾ CPMൻ്റെ ഭാഗത്തുനിന്നില്ല. അതൊരു കൃത്യമായ കാണാം. കാരണം അവർ രണ്ടുപേരും തമ്മിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഉണിത്തിരിയൊക്കെ മോഡറേറ്ററായ സംവാദങ്ങളൊക്കെ അതൊരു റെഫറൻസാണ്. കാരണം രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ശക്തമായ സംവാദങ്ങളാണ്. അതിൽ ഉണിത്തിരിക്ക് തന്നെ അവസാനം പറയേണ്ടി വന്നു പി പരമേശ്വരൻ ജയിച്ച് എന്നങ്ങ് ചിന്തിക്കേണ്ട. കാരണം എല്ലാ പോയിന്റ്സും ഒക്കെ പരമേശ്വർജിക്ക് അനുകൂലമായിരുന്നു അന്ന് സാഹചര്യമൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഏതെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ, അല്ലെങ്കിൽ വേണ്ട പോളിറ്റ് ബ്യൂറോ വരെ ആശയവും ആദർശവും അടിസ്ഥാനത്തിൽ ഒരു സംവാദത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആര് തയ്യാറാകും? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കാലഹരണപ്പെട്ട ഒരു ആശയമായിട്ടാണ് എൻ്റെ പേഴ്സണലി കമ്മ്യൂണിസത്തെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്മ്യൂണിസം പിന്നീട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് കണ്ണൂരിലൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, അക്രമങ്ങളിലൂടെയാണ്. പക്ഷേ അത് ചുണക്കുട്ടികളായ RSSൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധമുണ്ടായപ്പോൾ പതുക്കെ അത് ഇല്ലാതായി. പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശരിക്കും പറഞ്ഞാൽ പിടിച്ചു നിർത്തിയത് പിണറായി വിജയനാണ്, മറ്റാരുമല്ല. കാരണം അതിനുശേഷം കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒന്ന് നവീകരിക്കുക എന്നത് കൃത്യമായി തന്നെ പിണറായി വിജയൻ്റെ കൈകളിൽ തന്നെയായിരുന്നു. അതിന് മൂലധന ശക്തികളിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും വേണ്ടത്, അതിന് വേണ്ട മൂലധനം വേണ്ടതെങ്കിൽ അത് നേടും. ഇപ്പോൾ സ്വകാര്യവൽക്കരണം പാർട്ടിയുടെ അജണ്ടയല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അനുവേട്ട കുറച്ചുകൂടി അത് പറയും. സംസ്ഥാന സമ്മേളനത്തിൽ അത് കൃത്യമായി തന്നെ പറഞ്ഞു, സ്വകാര്യവൽക്കരണം ആവാം, അത് എന്താണ് അതിന് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം നയങ്ങളിൽ, പോളിസികളിൽ, ആശയങ്ങളിൽ, ആദർശങ്ങളിലൊക്കെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഈ പാർട്ടിയെ ഒരു തരത്തിൽ പറഞ്ഞ ഒരു കോർപ്പറേറ്റ് കമ്പനിയാക്കി നിലനിർത്തിയത് പിണറായി വിജയൻ എന്ന ഒരേ ഒരു വ്യക്തിയാണ്. വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം. ഇപ്പോൾ ശൈലി ശരിയല്ല. ഈ ശൈലി തന്നെയല്ലായിരുന്നോ 2021 പിണറായിക്ക്? അന്ന് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ഒരൊറ്റ മാധ്യമങ്ങളും പഞ്ചപുച്ഛ മടക്കിക്കൊണ്ട് പുറത്തേക്ക് പോയത് നമ്മളൊക്കെ കണ്ടതല്ലേ. അന്ന് ശൈലിക്ക് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ ധാർഷ്ട്യവും ഈ ശൈലിയും ഒക്കെ അന്നും പിണറായിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് മാത്രം എന്താണ് അതൊരു വിമർശനാത്മകമായി മാറിയത്? അല്ല, ഞാനൊരു പോയിന്റ്, എൻ്റെ പോയിന്റ് എന്നറിയോ രഞ്ജിത്തേട്ടാ, എന്തുകൊണ്ടാണ് ശൈലിയോ ഒക്കെ മാറ്റിവെക്കാം? എന്തുകൊണ്ടാണ് ശബരിമലയിൽ ആചാര ലംഘനം നമ്മൾ ചെയ്തത് ശരിയായില്ല സഖാവേ എന്ന് ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റിയിൽ ഏതെങ്കിലും സഖാവിന് എന്തുകൊണ്ടാണ് അത് എഴുന്നേറ്റ് എന്ന് ചോദിക്കാൻ പറ്റാത്തത്? ഈ പറയുന്ന ആശാമാരുടെ സമരത്തിൽ നമ്മളെടുത്ത നിലപാട് ശരിയായില്ല സഖാവേ. നിങ്ങൾ മകൾക്ക് വേണ്ടി നിയമസഭയിലും പുറത്തും വാദിച്ചത് നമുക്ക് തിരിച്ചടി ഉണ്ടാക്കി സഖാവേ. നിങ്ങളുടെ മക്കൾ സ്നേഹം കാരണമാണ് നമ്മൾ തകർന്നു പോയതെന്ന് ആർക്കും എന്താ തോന്നാത്തത്? അപ്പൊ ഇവിടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പോയിന്റ് അതാണ്. ശ്യാമ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിന് തൊട്ട് മുൻപുള്ള ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തൊട്ട് മുൻപ് തന്നെ തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു സഖാവ് എഴുന്നേറ്റ് പറഞ്ഞു, അന്നത് വലിയ വാർത്തയായിരുന്നു. പിണറായി ഉപജാപക സംഘങ്ങളുടെ നടുവിലാണ്. പിണറായിയെ നിയന്ത്രിക്കുന്നത് സെക്രട്ടേറിയറ്റിലുള്ള ചില ഉപജാപക സംഘങ്ങളാണ്, അല്ല പാർട്ടിയല്ല എന്ന് പറഞ്ഞ വിമർശനമുണ്ട്. അല്ല, ആയിക്കോട്ടെ. ഞാൻ പറയുന്നത്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. ഇനിയാണ് എൻ്റെ പോയിന്റ്. ഒരു പക്ഷെ നിങ്ങൾ അനുകൂലിക്കാം, പ്രതികൂലിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വതന്ത്രമായി ചിന്തയ്ക്ക് വിടുകയാണ്. ഈ പിണറായി വിജയൻ്റെ ശൈലി ശരിയല്ല, പിണറായി വിജയൻ്റെ ധാർഷ്ട്യമാണ് തിരിച്ചടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വാഭാവികമായിട്ടും മാന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ്? TD സതീശനെ. ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് പറഞ്ഞത് ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് ആരെയാണ്? ഈ പിണറായി വിജയനെയാണ്. ഈ പിണറായി വിജയന്റെ കൈകളിൽ എല്ലാം ഭദ്രമാണെന്ന് നെറേറ്റീവുകൾ ഉണ്ടാക്കിയത് എവിടെയാ? ഈ കേരളത്തിൽ തന്നെയാ. പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാവുകയും പിണറായി എന്ന വലിയൊരു തെറ്റിന് സതീശൻ എന്ന മറ്റൊരു ശരി വന്നു എന്നൊരു വ്യാഖ്യാനം കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ജില്ലാ കമ്മിറ്റികൾ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു സഖാവ്, ഏതെങ്കിലും ഒരു നേതാവ് പരോക്ഷമായിട്ടല്ലാതെ പ്രത്യക്ഷമായിട്ട് ഇന്നെന്ന തെറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പായി, അത് ശരിയാണ്, അത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, കൃത്യമായി തന്നെ സ്വാഭാവികമായി സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എങ്കിൽ പോലും ഒരു പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രതിപക്ഷ നേതാവായി ഇനി പിണറായി വിജയൻ തന്നെയാണ് LDFനെ നയിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയായി പിണറായിയാണ് നയിച്ചത്, പ്രതിപക്ഷ നേതാവായിട്ടും LDFനെ നയിക്കാൻ പോകുന്നത് പിണറായിയാണ്. എന്ത് മാറ്റാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇതേ ശൈലി അദ്ദേഹം മാറ്റാൻ പോവുകയാണോ? നാളെ അദ്ദേഹം VD സതീശ് പോലെ പൂക്കി സ്റ്റൈലിലേക്ക് പോകും നിങ്ങൾ ആരെയും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു മാറ്റവും ഇല്ല. പിണറായി വിജയൻ എന്താണോ അത് അങ്ങനെ തന്നെ പിണറായി വിജയൻ മുന്നോട്ട് പോകും. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, കാലഹരണപ്പെട്ട ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിടിച്ചു നിർത്തിയതും നവീകരിച്ചതും പിണറായി വിജയനാ. പിണറായി ഹാൻഡ് പിക്ക് ചെയ്ത ആളുകളാണ് സെക്രട്ടേറിയറ്റിൽ മുഴുവൻ ഇരിക്കുന്നത്. ആണോ അല്ലയോ?
അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഈ മറ്റൊരു ഓപ്ഷൻ ഇല്ല. മറ്റൊരു option ഞാൻ ഇല്ല. പെരുപ്പിച്ച് കാണിക്കുന്നത് എന്തിനാണെന്ന് മാത്രമാണ് എന്റെ ചോദ്യം.